ഹലോ, ഇന്ന് നമ്മൾ പേജ് നമ്പർ 76 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ് ആദ്യത്തെ പ്രോബ്ലം. പക്ഷേ ഷുവറായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ചെയ്യണ്ട. 1234 × 56 എന്ന് പറയുന്നത് 69,104 ആണെന്നുള്ള ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബാക്കിയുള്ള 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് 1.234 × 56 ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ആൻസർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 69,104 ആണ്. അതിൽ 3 സ്ഥാനം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നീക്കി പോയിൻ്റ് ഇടണം. കണ്ടോ, ടീച്ചർ ഇതിൻ്റെ ആൻസർ ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാ ആൻസറും സെയിം ആയിട്ടാണ് വരുന്നത്. കാരണം രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യനിലും ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റാണ് വരുന്നത്. അപ്പോൾ ആൻസറിൽ എന്ത് തന്നെയാണ് വരാൻ പാടുള്ളൂ? 3 ഡെസിമൽ പോയിൻ്റേ വരാൻ പാടുള്ളൂ. ഇന്ന് ലെഫ്റ്റിലോട്ട് 3 സ്ഥാനം നീക്കി പോയിൻ്റ് ഇടണം. പേജ് നമ്പർ 76 ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ചോദിച്ചിരിക്കുന്നത് 6.9104 ആൻസർ കിട്ടത്തക്ക രീതിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്? 6.9104 ആൻസർ കിട്ടത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും തന്നു, ജസ്റ്റ് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തെ വന്നപ്പോൾ നമുക്ക് ആൻസർ തന്നു, എങ്ങനെയൊക്കെ ആവാം അതിൻ്റെ ക്വസ്റ്റ്യൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതേ ഒരു മെത്തേഡിൽ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ ആൻസർ നോക്കാം. ആൻസറിൽ ഡെസിമൽ കഴിഞ്ഞ് 4 ഡിജിറ്റാണുള്ളത്. അപ്പം നമ്മുടെ ചോദ്യത്തിലും നിർബന്ധമായി എന്തുണ്ടാവണം? ഡെസിമൽ കഴിഞ്ഞ് 4 ഡിജിറ്റ് ഉണ്ടാവണം. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 4 തരത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ടീച്ചർ മുകളിൽ കാണിച്ചിരിക്കുന്നത്. താങ്ക്